രാം നാരായണ രാം. നിങ്ങളുടെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഭജനം ഉണ്ടാകരുതെന്ന് ശ്രദ്ധിക്കുക. അവരുടെ നിബന്ധനകളെ നോക്കൂ. കൂടാതെ അവയിൽ ഏതെങ്കിലും അശാന്തി ഉണ്ടാകാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതുപോലെ ഞാൻ പർവ്വതത്തിലെത്തി കഴിഞ്ഞപ്പോഴും അവിടെ ആരും മറ്റൊരാളുടെ ദിശയിലേക്ക് നോക്കിയിരുന്നില്ല. എന്നാൽ ഇവിടെ നമ്മുടെ സ്ഥലത്ത് ആരെങ്കിലും വസ്ത്രം ചെറിയൊരു ചലനത്തിന് പോലും മാറിയാൽ എല്ലാവരുടെയും ആഗ്രഹം അവിടെ നോക്കാൻ ആണ്. ആഗ്രഹം എന്നത് അത്തരമൊരു വസ്തുവാണ്. അവരണമുണ്ടായാൽ അവിടെ കുറവും ഉണ്ടാകും. എല്ലാം നസുവായിരുന്നിടത്ത് കുട്ടികളും ബാലൻബാലികകളും എല്ലാം വഴിയിൽ ഉറങ്ങിക്കിടക്കുന്നതാണ്. പക്ഷേ ആരും ആരുടെയും ദിശയിൽ നോക്കുന്നില്ല. അവർ നമ്മുടെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ: നിങ്ങളുടെ രാജ്യത്തുള്ളവർ ക്രൂരരാണ്, അതിനാൽ അവർ മുസ്ക് മറയ്ക്കുന്നു. ഞങ്ങൾ അവരെ ക്രൂരരെന്ന് വിളിക്കുന്നു, കാരണം അവർ നസുവായിരിക്കുകയാണ്. അവർ പറയുന്നു, പ്രകൃതിയിൽ തടസ്സം സൃഷ്ടിക്കാൻ ഇടം വെക്കരുത്. നമ്മുടെ ഉള്ളിൽ അണുസ്ഥിതിക്ക് സ്വാഭാവികമായ ശേഷിയുണ്ട്. ഒരുത്തൻ ഒരു സ്ത്രീയോടൊത്ത് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആദ്യം അവളെ സൂചന നൽകുന്നു. എന്നാൽ അവൾ ആ സൂചനയ്ക്ക് മറുപടി നൽകാതെ എങ്കിൽ ഞങ്ങൾ അവളെ അടുത്തു പോകുന്നില്ല. അവർ ഇരുവരുടെയും സമ്മതത്തോടെ എന്തെങ്കിലും ചെയ്താൽ അതിൽ തടസ്സമില്ല. തടസ്സം എത്രത്തോളം ഇല്ല. കാരണം ഇതിലും ആ പ്രാചീന ശാസ്ത്രത്തിൻ്റെ സാന്ദ്രം തന്നെയാണ്. നിങ്ങൾ പണമിൽ ഒരു വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ രണ്ടു പക്ഷങ്ങളിൽ സമത്വം ഉണ്ടെങ്കിൽ ആ വസ്തു ലഭിക്കും. അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല. പണം ഒരു തരത്തിലുള്ള പ്രേമം പോലെയാണ്. അവർ പറയുന്നത് നമ്മുടെ രാജ്യത്ത് പ്രേമം ആരും മനസ്സിലാക്കുന്നില്ല. അവർ കരുതുന്നു പ്രേമം ചെയ്താൽ പൊടുന്ന നെടും ലഭിക്കും. കാരണം നിങ്ങളുടെ രാജ്യത്ത് പ്രേമവും കാമവും എല്ലാം ഉണ്ടാകും, പക്ഷേ അവയെ ഒളിപ്പിച്ചിരിക്കും. നിങ്ങൾ ശൈതാനായി മാറി തട്ടിപ്പോടെ പ്രവർത്തിക്കുന്നു. പുറത്ത് തേനെ അലങ്കരിച്ചിരിക്കും, പക്ഷേ ഉള്ളിൽ ഭയങ്കരമായ വസ്തു ഉണ്ട്. നോക്കൂ, ഏത് സമൂഹത്തിൽ ആശാന്തിയില്ല, ഏത് വീടിനും വാദം ഇല്ല. ഈ കുറവ് ഇപ്പോഴും തുടരുന്നു. ഒന്നും ശരിയായില്ല. വെറും പുറത്ത് മാറ്റം ഉണ്ടായി, ഉള്ളിൽ മഹാമാരി തുടരുന്നു. ഇതിൽ നിന്നും എന്ത് ലാഭം വരുന്നു? അവർ പറയുന്നു, സൂചന നൽകി തയ്യാറായാൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. എന്നാൽ അവർ അശാന്തിയാണെന്ന് കരുതിയാൽ നിങ്ങളുടെ സമൂഹം ശാസ്ത്രത്തിലാണോ?